ആധുനിക മലയാള ചെറുകഥാകൃത്തായ ഇ. സന്തോഷ് കുമാർ രചിച്ച കഥയാണ് പണയം. അക്ഷരങ്ങൾ അനുഭവങ്ങളായി മാറുന്ന, വാക്കുകൾ കൊണ്ട് മനുഷ്യമനസ്സിൽ സൃഷ്ടിക്കുന്ന ദൃശ്യസമ്പന്നതയാണ് ഈ കഥയുടെ മുഖ്യ സവിശേഷത. ജീവിതാനുഭവങ്ങൾ ശക്തമായി ആവിഷ്കരിക്കുന്ന ഈ കഥയിൽ ഒരു സിനിമയിലെന്ന പോലെ വായനക്കാരൻ്റെ മനസ്സിൽ ഒരു ദൃശ്യാനുഭവം പകർന്നു നൽകുന്ന ഒരു അനുഭൂതി വിശേഷമാണുള്ളത്. ജീവിതത്തിൻ്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ പ്രയാസപ്പെടുന്ന ദരിദ്രനായ തയ്യൽക്കാരനാണ് ചാക്കുണ്ണി. കലാഹൃദയമുള്ള ഇയാൾ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ച് ഒരു റേഡിയോ സ്വന്തമാക്കുന്നു. അങ്ങനെ ചാക്കുണ്ണിയുടെ ജീവിത താളമായി, തൊഴിലിൻ്റെ താളമായി റേഡിയോ മാറി. മകൻ്റെ ചികിത്സയുടെ ഭാഗമായി ചാക്കുണ്ണിക്ക് തൻ്റെ റേഡിയോ പണയം വയ്ക്കേണ്ടി വരുന്നു. പാഠം പണയം. ചെമ്പുമത്തായി നിലത്തിരുന്ന് പണപ്പെട്ടിയുടെ താഴിൽ താക്കോൽ തിരിച്ചു. ഒന്ന് വലിച്ചു നോക്കി. ശരിക്കും അത് പൂട്ടിയിട്ടുണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്തി. പിന്നെ മുഖമുയർത്തിയപ്പോൾ വെറും അരമണിക്കൂർ മുമ്പ് മാത്രം അവിടെ നിന്ന് പോയ തയ്യൽക്കാരൻ ചാക്കുണ്ണി വരാന്തയിൽ വന്ന് നിൽക്കുന്നത് കണ്ടു. 3 പതിറ്റാണ്ടായി നൂലുകോർത്ത് കുഴിഞ്ഞുപോയ കണ്ണുകൾ കൊണ്ട് അയാൾ ചുറ്റുപാടും നോക്കുന്നത് മത്തായി ശ്രദ്ധിച്ചു. തയ്യൽക്കാരൻ എന്തോ പറയാൻ മടിക്കുകയാണെന്ന് മത്തായിക്ക് തോന്നി. "അപ്പോൾ നീ പോയില്ലേ ചാക്കുണ്ണിയെ?" മത്തായി ചോദിച്ചു. "പോയിട്ട് വന്നു," തയ്യൽക്കാരൻ പറഞ്ഞു. "ആ കാശുകൊണ്ട് കിടാവിന് കുറച്ച് മരുന്ന് വാങ്ങിക്കാൻ പോയതാ. തിരിച്ചു വരുമ്പോൾ ഒന്ന് കേറി, അതാ." അയാൾ വരണ്ട തൊണ്ടയിൽ ചുമച്ചു. "എന്തേ, പൈസ വാങ്ങിയതിൽ വല്ല കുറവുണ്ടോ?" "അതില്ല, അത് കൃത്യം 50 റുപ്യയുണ്ടായിരുന്നു." മരുന്ന് വാങ്ങിച്ചതിൻ്റെ ബാക്കി തുക എണ്ണിക്കാണിച്ചുകൊണ്ട് ചാക്കുണ്ണി പറഞ്ഞു. "പിന്നെന്താ, ഇനി കൂടുതൽ പൈസയ്ക്കാ? ആ മുതലുകൊണ്ട് 50 റുപ്യ തന്നെ കിട്ടില്ല." "അതല്ല മത്തായി മൂപ്പരെ." "ചാക്കുണ്ണിയെ, നീ ആയതുകൊണ്ടാണ് ഞാനിതിന് സമ്മതിച്ചത്. സ്വർണ്ണമില്ലാണ്ട് ഒരു സംഗതിക്കും ഇവിടെ പണയമെടുപ്പില്ല, പണ്ടുമില്ല, ഇപ്പോഴുമില്ല." എൻ്റെ അപ്പൻ അതിൽ കണിശാർന്നു. ചാക്കൂരും മാപ്പിളയ്ക്ക് സ്വർണം ചോരയിലുണ്ടായിരുന്നതാ. ഉരച്ചു നോക്കാണ്ട് തന്നെ പറയും, "ഇത്ര ചെമ്പ്, ഇത്ര സ്വർണം." എനിക്കത് പറ്റില്ല. കല്ലുമ്മൽ ഉരച്ചു നോക്കണം, അതാ പറഞ്ഞത്. സ്വർണ്ണമില്ലാണ്ട് ഒന്നും ഞങ്ങൾ എടുക്കാറില്ല. ഇതിപ്പോൾ നീ ആദ്യമായിട്ടൊരു കാര്യം വന്ന് ചോദിക്കുമ്പോൾ ഇല്ലയെന്നെങ്ങനെയാ പറയാ? "ആ റേഡിയോയ്ക്ക് നല്ല വിലയുണ്ട് മത്തായി മൂപ്പരെ." ചാക്കുണ്ണി മടിച്ചു. "ഉവ്വായിരിക്കും, പക്ഷേ എന്തായാലും സ്വർണത്തിൻ്റെ വില ഉണ്ടാവോ? ഈ റേഡിയോയും പാട്ടൊക്കെ എനിക്ക് അത്ര പിടുത്തല്ല. മനുഷ്യനെ മെനക്കെടുത്താൻ ഓരോ ഏർപ്പാടുകൾ. ആ നേരം വല്ല പണിയും എടുത്താൽ 4 കാശുണ്ടാക്കാം." "വെറുതെ അല്ല ചാക്കുണ്ണിയെ നീ ഇപ്പോൾ അടിക്കുന്ന തുണി മുഴുവൻ വെടക്കാവണത്. ഇക്കഴിഞ്ഞ പെരുന്നാളിന് നീ കുഞ്ഞിനത്തിന് ജാക്കറ്റ് അടിച്ചപ്പോൾ എന്തുണ്ടായി? അവളുടെ അമ്മയ്ക്കും കൂടി ചേർത്ത അളവായിരുന്നു അത്." "പെരുന്നാളിൻ്റെ തിരക്കിൽ തെറ്റിയതാവും മൂപ്പരെ. ചിലത് പിള്ളേരെ കൊണ്ടും തുന്നിക്കുണ്ട്. അമ്മച്ചി വിളിച്ചാൽ ഞാനത് വാങ്ങി മാറ്റിയടിച്ചു കൊടുക്കാം." "അതവിടെ നിൽക്കട്ടെ ചാക്കുണ്ണിയെ, നീ ഇപ്പം എന്താ തിരിച്ചു പോകുന്നത്?" "അത് നീ നാണിക്കണ്ട. ഏതാണ്ട് കല്യാണ പെണ്ണുങ്ങളുടെ അന്തി. എന്താ വെച്ചാൽ പറയ്, എനിക്ക് പണി കുറേ ഉള്ളതാ." "അതല്ല മത്തായി മൂപ്പർക്ക് ഒന്നും തോന്നരുത്." "ഈ പ്രായത്തിൽ എനിക്ക് എന്താ തോന്നാൻ?" "അതല്ല, മത്തായി മൂപ്പരെ ശ്രദ്ധിക്കുമെന്ന് എനിക്കറിയാം. എന്നാലും ഇതൊക്കെ കുട്ടികളുടെ പോലെ നോക്കേണ്ട സാധനങ്ങളാണേ. റേഡിയോയുടെ പിന്നിൽ നോക്കി അറിയാം ഒരു കുട്ടിയുടെ പടം. എന്താ അത്, ശരിക്കും സൂക്ഷിച്ചു വെച്ചില്ലെങ്കിൽ പിന്നെ അത് പാടാണ്ടാവും." "ചാക്കുണ്ണിയെ, ഇതാണപ്പോൾ നന്നായത്. നീ നിൻ്റെ റേഡിയോ കൊണ്ടുവന്ന് ഇവിടെ പണയം വെച്ചു. ഞാനതിന് നിനക്ക് 50 റുപ്യ എണ്ണി തരികയും ചെയ്തു. 5 പുത്തൻ 10ൻ്റെ നോട്ട് ഇല്ലേ? പിന്നെ ആ സാധനം ഞാനെടുത്ത് ഒരു നമ്പറിട്ട് മാറ്റിവെച്ചു, 129. അതാ എൻ്റെ പണി. ഇതിപ്പോൾ നീ വന്നിട്ട് ആ കുന്തം കുട്ടികളുടെ അന്തി നോക്കണമെന്നോ താരാട്ട് പാടണമെന്നോ ഒക്കെ പറഞ്ഞാൽ എനിക്ക് പറ്റൂ?" പറഞ്ഞപ്പോൾ ഓർമ്മ വന്നു, നിനക്കറിയാലോ, കുട്ടികളെ തന്നെ ഞാൻ ലാളിച്ചിട്ടില്ല. നമ്മുടെ നല്ല കാലത്ത് അവറ്റെയൊക്കെ നല്ല പെടപടച്ചിട്ടാണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. ഈനാശുവിനും പൈലിക്കും ഫ്രാഞ്ചീസിനും റോസമ്മയ്ക്കും ഒക്കെ കിട്ടിയ പെട ഇന്നാട്ടിലെ ഏതെങ്കിലും പിള്ളേർക്ക് കിട്ടിയിട്ടുണ്ടോ? എന്താ കാരണം? തല്ലി വളർത്തണം കുട്ടികളെ. എൻ്റെ അപ്പൻ എന്നെ താലോലിച്ചിട്ടുണ്ടോ? കമ്പി പഴിപ്പിച്ച് ചന്തിമല വയ്ക്കുക, ഷൂന്ന് ഒരു ശബ്ദ.
അങ്ങനെയല്ലേ മത്തായി മൂപ്പരെ, ഒരു നോട്ടം വേണമെന്നേ ഞാൻ പറഞ്ഞുള്ളൂ. എന്തോരം ആളുകളുടെ പണ്ടോ മുതലും ഇടപാട് നടത്തിയ തറവാട് ഇത്. അതിൻ്റെ ഇടയ്ക്ക് നിൻ്റെ ഈ ചിണുങ്ങ് റേഡിയോ. നീ പൊക്കോ ചാക്കുണ്ണി, വെറുതെ നിന്ന് നേരം കളയാണ്ട് ചെന്ന് രണ്ട് കോണത്തിൻ്റെയെങ്കിലും വക്കടിച്ചോ. മുതലും പലിശയും കിട്ടാണ്ട് റേഡിയോ ഇവിടുത്തെ മച്ചിന്ന് ഇറങ്ങില്ല. പിന്നെ നിൻ്റെ റേഡിയോ ഇവിടെ ആരും കേൾക്കാനും പോണില്ല. സത്യം പറഞ്ഞാൽ ആ കുന്തം ഇവിടെ ഇരിക്കണതാണ് നിനക്ക് നല്ലത്. മനസ്സമാധാനമായിട്ട് വല്ല പണിയും നടക്കും. ചെമ്പുമത്തായി അങ്ങനെ പറഞ്ഞെങ്കിലും നേരെ മറിച്ചായിരുന്നു ചാക്കുണ്ണിയുടെ അനുഭവം. അയാളുടെ ജോലിയിലുള്ള ശ്രദ്ധ പാളിപ്പോയി. അളവുകൾ തെറ്റിച്ച് അയാൾ ഉടുപ്പുകൾ തുന്നി. അത് തിരിച്ചറിഞ്ഞപ്പോൾ തുന്നിയ നൂലുകൾ തന്നെ അയാൾ വല്ലാതെ ബുദ്ധിമുട്ടി അഴിച്ചെടുത്തു. തുണികളിലൂടെ കത്രിക തെറ്റി സഞ്ചരിച്ചു. ചക്രം ചവിട്ടുമ്പോഴും സൂചി ഉയർന്നു താഴുമ്പോഴുമെല്ലാം അയാൾ അജ്ഞാതമായൊരു പാട്ടിനു വേണ്ടി കാതോർത്തു. മനസ്സിലെ നാടകത്തിൽ നിന്ന് ഏതെല്ലാമോ കഥാപാത്രങ്ങൾ ഒച്ചയെടുത്ത് സംസാരിച്ചു, തേങ്ങി. ചുറ്റുപാടും നിരവധി ആളുകൾ ഉണ്ടായിരുന്നിട്ടും പറഞ്ഞറിയിക്കാനാവാത്ത ഒരേകാന്തത അപ്പോൾ അയാളെ വലയം ചെയ്തു. ആറാട്ടുകുന്നിൽ റേഡിയോ വാങ്ങിച്ച ആദ്യത്തെ പൗരൻ ചാക്കുണ്ണിയായിരുന്നു. കഴിഞ്ഞ ഓണക്കാലത്ത് രാപ്പകൽ ഭേദമന്യേ വിശ്രമമില്ലാതെ തയ്യൽപ്പണി ചെയ്തതിൽ നിന്ന് മിച്ചം വെച്ച കാശുകൊണ്ടായിരുന്നു അയാൾ അത് വാങ്ങിച്ചത്. റേഡിയോ വാങ്ങിക്കാൻ ഉറച്ച നാളുകളിൽ അയാൾ പതിവുള്ള ബീഡിവലി നിർത്തി. കള്ളുഷാപ്പുകൾക്കടുത്തെത്തിയപ്പോൾ മുഖം തിരിച്ചു. കാലിൽ ആണിയുടെ അസുഖമുണ്ടായിരുന്നിട്ടും പൊട്ടിയ റബ്ബർ ചെരുപ്പ് മാറ്റി വാങ്ങിക്കാതെ കഷ്ടപ്പെട്ട് നടന്നു. ആണ്ടിലൊരിക്കൽ മലയാറ്റൂർക്ക് പോകാറുള്ളത് അയാൾ അക്കൊല്ലം മുടക്കം വരുത്തി. തൻ്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കാൻ മുത്തപ്പനല്ലാതെ ആർക്കു കഴിയും? തീർത്ഥാടനം മുടങ്ങിയപ്പോൾ അയാൾ സ്വയം ആശ്വസിപ്പിച്ചു. പതിവില്ലാതെ അയാളെ ബസ്സിൽ കണ്ടപ്പോൾ കണ്ടക്ടർ സുകുമാരൻ ചോദിച്ചു, അല്ല ചാക്കുണ്ണിയേട്ടൻ എങ്ങട്ടാ? ഒരു റേഡിയോ വാങ്ങിക്കണം സുഗോ, അയാൾ അഭിമാനത്തോടെ തെല്ലുറക്കെ പറഞ്ഞു. ചുറ്റുപാടുമുള്ള യാത്രക്കാർ അപ്പോൾ അയാളെ ആദരവോടെ നോക്കി. സ്ഥിരം തുണി തുന്നിക്കുന്നതിൻ്റെ പരിചയത്താലോ അതോ റേഡിയോ വാങ്ങാൻ പോകുന്നതിലുള്ള ബഹുമാനത്താലോ എന്തോ കണ്ടക്ടർ അയാളിൽ നിന്ന് അന്ന് യാത്രക്കൂലി വാങ്ങിയില്ല. പിൻവശത്ത് ഒരു കുട്ടിയുടെ പടമുള്ള മർഫി റേഡിയോയാണ് ചാക്കുണ്ണി വാങ്ങിയത്. അയാളുടെ തയ്യൽക്കടയിൽ റേഡിയോ പ്രവർത്തിച്ചു തുടങ്ങിയ കാലം ആറാട്ടുകുന്നിൻ്റെ ചരിത്രത്തിൽ ഒരു സംഭവം തന്നെയായിരുന്നു. പാട്ട് കേൾക്കാനും വാർത്തകൾ അറിയാനുമൊക്കെയായി ദൂരത്ത് നിന്നുള്ളവർ പോലും അവിടെ എത്തിച്ചേർന്നു. അയാളുടെ തയ്യൽ യന്ത്രത്തിന് അഭിമുഖമായി ചുമരിൽ കുറച്ച് ഉയർത്തിപ്പിടിപ്പിച്ച ഒരു തട്ടിൽ ആ റേഡിയോ ഇരുന്നു. പലപ്പോഴും ആ കുടിസുമുറിയിലേക്ക് കാറ്റും വെളിച്ചവും കടക്കുന്നതിനായി ആളുകളോട് മാറി നിൽക്കാൻ ചാക്കുണ്ണിക്ക് പറയേണ്ടി വന്നു. രാത്രി വൈകി കട പൂട്ടിയതിനു ശേഷം ചാക്കുണ്ണി ഒരു കൈയിൽ ചോറ്റുപാത്രം വയ്ക്കുന്ന സഞ്ചിയും മറുകൈയിൽ റേഡിയോയുമായി തിരിച്ചു നടക്കും. വലുതല്ലാത്ത ശബ്ദത്തിൽ അപ്പോഴും റേഡിയോ പ്രവർത്തിക്കുന്നുണ്ടാവും. അയാൾ വരമ്പ് മുറിച്ചു കിടക്കുമ്പോൾ എതിരെ വരുന്നവർ ഒരൽപ്പം മാറി നിന്ന് റേഡിയോ ശ്രദ്ധിക്കുമായിരുന്നു. ഏതാണ്ട് 1 മണിക്കൂർ നേരത്തെ നടത്തമുണ്ട് അയാൾക്ക്. ചലച്ചിത്ര ഗാനങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന സമയത്ത് കേൾക്കുന്ന പാട്ട് തീരുന്നതുവരേക്കും അയാളുടെ പിറകെ ചിലരെങ്കിലും നടക്കുമായിരുന്നു. ചാക്കുണ്ണി പക്ഷേ അതൊന്നും ശ്രദ്ധിച്ചതേയില്ല. അയാൾ തിരിച്ചു വീട്ടിലെത്തുമ്പോൾ കുട്ടികളും ഭാര്യയും കാത്തിരിക്കുകയാവും. പ്രക്ഷേപണം തീരുന്നതുവരെ ആ വീട്ടിൽ നിന്നും റേഡിയോയുടെ ശബ്ദം മുഴങ്ങി. 2 മാസം ഇടവിട്ട് പുതിയ ബാറ്ററികൾ മാറ്റിയിട്ടുകൊണ്ട് ചാക്കുണ്ണി റേഡിയോയ്ക്ക് കണ്ഠശുദ്ധി വരുത്തി. റേഡിയോ പണയം വയ്ക്കാനെടുക്കുന്നതിൽ ചാക്കുണ്ണിക്ക് താല്പര്യമുണ്ടായിട്ടല്ല. ഭാര്യയും കുട്ടികളും അക്കാര്യത്തിൽ സങ്കടപ്പെട്ടിരുന്നു. പക്ഷേ വേറെ നിവൃത്തിയില്ല. ഇളയ കുട്ടിക്ക് പെട്ടെന്ന് ഒരസുഖം പിടിപെട്ടു. കാലിൽ ചെറിയ നീര് വന്നതായിരുന്നു പ്രശ്നം. തുടക്കത്തിൽ അത് സാരമില്ലെന്ന് വെച്ചു. ഒരാഴ്ച സ്കൂളിൽ വിട്ടില്ല. പക്ഷേ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ കാൽ വീർത്ത് കെട്ടി. കുട്ടിക്ക് നടക്കാൻ തീരെ വയ്യാതായി. നാട്ടുവൈദ്യങ്ങൾ കൊണ്ടൊന്നും രോഗം ഭേദമായില്ല. പിന്നെ നീര് ശരീരത്തിൽ മുഴുവൻ പടരുന്നത് പോലെ തോന്നി. ഒടുവിൽ ഒരു ദിവസത്തെ തയ്യൽപ്പണി ഉപേക്ഷിച്ച് ചാക്കുണ്ണി കുട്ടിയെയും എടുത്തുകൊണ്ട് പട്ടണത്തിലുള്ള ആശുപത്രിയിലേക്ക് പോയി. അവർ നിരവധി പരിശോധനകൾക്ക് കുറിച്ചു. പിന്നെ കഴിക്കാൻ കുറേ മരുന്നുകളും. ആശുപത്രിയിൽ നിന്ന് പോരുമ്പോൾ ചാക്കുണ്ണിയുടെ മനസ്സിൽ ആദ്യമായിരുന്നു, മലയാറ്റൂർ മുത്തപ്പ, എൻ്റെ കുഞ്ഞിന് എന്താണ് സംഭവിക്കുന്നത്? അവനെ ചികിത്സിക്കാൻ ഞാൻ എന്ത് ചെയ്യും? 1-2 ആഴ്ചത്തെ മരുന്ന് വാങ്ങിക്കാൻ തന്നെ അയാൾക്ക് 1 മാസം തയ്യൽപ്പണിയിൽ നിന്ന് കിട്ടുന്ന കാശ് വേണമായിരുന്നു. പിൽക്കാലത്ത് തുന്നിക്കൊടുക്കുമ്പോൾ കൊടുത്തു വീട്ടാമെന്ന കരാറിൽ അയാൾ പലരിൽ നിന്നും കടം വാങ്ങി. പക്ഷേ അത്തരം ഏർപ്പാടുകൾക്കൊക്കെ പരിമിതിയുണ്ടായിരുന്നു.
തുന്നിത്തീർത്ത കാശിനു പോലും ആറാട്ടുകുന്നിലെ ആളുകൾ കടം പറയുന്ന കാലമായിരുന്നു അത്. കുറേ പേർ കാശ് കൊടുക്കാതെയും ഉണ്ടായിരുന്നു. ചാക്കുണ്ണിയെ കാണുമ്പോൾ അവരെല്ലാം മാറി നിൽക്കും. അയാൾ റേഡിയോ വാങ്ങിച്ചതുകൊണ്ട് കാര്യങ്ങൾ എളുപ്പമായി. പാട്ടോ വാർത്തയോ അടുത്തു വരുമ്പോൾ വഴിമാറാം. ആറാട്ടുകുന്നിൽ റേഡിയോയെ ഭയക്കുന്ന അപൂർവം ചിലരായിരുന്നു അവരെല്ലാം. ഒരു മാസം കഴിഞ്ഞു. ചാക്കുണ്ണി ആശുപത്രിയിലേക്ക് ഭാര്യയെയും മകനെയും അയച്ചു. അവർ കൂടുതൽ പരിശോധനകളും കൂടുതൽ മരുന്നും കുറിച്ചു. ഏതിനും പണം വേണമായിരുന്നു. ചാക്കുണ്ണിയുടെ തയ്യലിൻ്റെ രാത്രികൾ നീണ്ടു. അയാൾ വീട്ടിൽ മടങ്ങിയെത്തുമ്പോൾ റേഡിയോ പ്രക്ഷേപണം കഴിഞ്ഞിരുന്നു. ചെമ്പുമത്തായിയുടെ അടുക്കൽ ചെന്ന് റേഡിയോ പണയം വെക്കുമ്പോൾ ചാക്കുണ്ണിയുടെ ഉള്ളിൽ തീയായിരുന്നു. സ്വന്തം ജീവിതത്തിൽ നിന്ന് ഒരു ഭാഗം തന്നെ ആരോ പറിച്ചു മാറ്റുന്നത് പോലെ അയാൾക്ക് തോന്നി. ചെമ്പുമത്തായി ആ റേഡിയോ എവിടെ സൂക്ഷിക്കും? അയാളത് മച്ചിലേക്ക് വലിച്ചെറിയുകയില്ലേ? അവിടെ പൊടി കയറിയത് കേടുവരുമോ? എലികൾ അതിൻ്റെ ലോലമായ പുറംഭാഗം കറണ്ട് കളയില്ലെന്ന് ആര് കണ്ടു? എത്രനാൾ കഴിഞ്ഞാണ് അതിന് തിരിച്ചു കിട്ടുക? ആഴ്ചകൾ കഴിഞ്ഞു. സ്വർണ്ണക്കമ്മലുകളും മാലകളും വളകളുമൊക്കെയായി ചെമ്പുമത്തായിയുടെ വ്യാപാരം കൊഴുത്തു. തയ്യൽക്കാരൻ ചാക്കുണ്ണിയുടെ പണയമുതലിനെക്കുറിച്ച് അയാൾ മറന്നുപോയി. ഒരു ഞായറാഴ്ച പള്ളിയിൽ നിന്ന് വന്ന് കയറുമ്പോൾ ചാക്കുണ്ണിയുണ്ട് മുറ്റത്ത് നിൽക്കുന്നു. അയാളുടെ കയ്യിൽ ഒരു ചെറിയ കടലാസ് പൊതിയും ഉണ്ടായിരുന്നു. പണയമെടുക്കാനായിട്ടാ? മത്തായി ചോദിച്ചു. ചാക്കുണ്ണി ഒന്നും പറഞ്ഞില്ല. അയാൾ കൂടുതൽ ക്ഷീണിച്ചിരുന്നു. കണ്ണുകൾ കൂടുതൽ ആഴത്തിലേക്ക് പോയിരിക്കുന്നു. ഞായറാഴ്ച കച്ചവടമില്ലേ ചാക്കുണ്ണി? നീ നാളെ വാ. പണയമെടുക്കാനല്ല മത്തായി മൂപ്പരെ, ചാക്കുണ്ണി സാവധാനം പറഞ്ഞു. ചെമ്പു മത്തായി പൂമുഖത്തേക്ക് കയറി. ചാക്കുണ്ണിയുടെ കൈകൾ കൊണ്ട് തയ്ച്ച വെളുത്ത മേൽക്കുപ്പായം ഊരി തിണ്ണയിൽ വച്ച ശേഷം നീണ്ടു നിവർന്ന് ചാരു കസേരയിൽ കിടന്നു. പിന്നെ മേൽക്കുപ്പായം എടുത്ത് സ്വയം വീശാൻ തുടങ്ങി. ഇതെന്താ പൊതിയിൽ? മത്തായി തിരക്കി. ബാറ്ററി, ചാക്കുണ്ണി പറഞ്ഞു. റേഡിയോയിലേക്കുള്ളതാ. പണയമെടുക്കാനായിട്ടൊന്നും പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞു. മത്തായി അലോസരത്തോടെ അയാളെ നോക്കി. വേണ്ട, എന്നാലും ഈ ബാറ്ററി ഇട്ടാൽ അത് പാടുമെന്ന് നോക്കാലോ. അതൊന്നും ഇന്ന് പറ്റില്ല. അങ്ങനെ പറയരുത്. കുറച്ചു നേരം അത് കേട്ടാൽ ഞാൻ പോയിക്കൊള്ളാം. മത്തായി അയാളെ സൂക്ഷിച്ചു നോക്കി. ഇതെന്തൊരു കോലമാണ് ഇയാളുടെ? തയ്യൽക്കാരൻ ചാക്കുണ്ണി സ്വയം തെറ്റിയളന്ന ഉടുപ്പുകളിൽ കയറി കൂടിയിരിക്കുന്നത് പോലെ അയാൾക്ക് തോന്നി. നിനക്കിപ്പോൾ പണിയൊന്നും ഇല്ലേ ചാക്കുണ്ണിയെ? ചാക്കുണ്ണി ബാറ്ററി പൊതി തുറന്ന് ദൈന്യത്തോടെ അയാളെ നോക്കുക മാത്രം ചെയ്തു. മത്തായി തൻ്റെ കണക്ക് പുസ്തകം തുറന്നു. അതിൽ ചാക്കുണ്ണിയുടെ പണയമുതലിൻ്റെ നമ്പർ രേഖപ്പെടുത്തിയത് ഉറക്കെ വായിച്ചു. പിന്നെ അകത്തേക്ക് നീട്ടി വിളിച്ചു. കുഞ്ഞന്നം 129 ഇങ്ങോട്ട് എടുത്തോട്ടാ. മത്തായി മുറ്റത്ത് നിൽക്കുന്ന ചാക്കുണ്ണിയോട് ചോദിച്ചു. അല്ല, നീ പലിശയും അടച്ചിട്ടില്ലല്ലോടാ. ഇതെന്താ കഥ? ഞാൻ കുറച്ചുകൂടി കാക്കും. പിന്നെ റേഡിയോ ആണോ സിനിമ ആണോ എന്ന് നോക്കില്ല. അങ്ങോട്ട് കിട്ടിയ കാശിന് വിൽക്കും. അതാ ഇവിടുത്തെ ഒരു രീതി. ഒരു തുണിസഞ്ചിയിൽ പണയമുതലുമായി കുഞ്ഞന്നം വന്നു. അവർ അത് തിണ്ണയിൽ വച്ച ശേഷം മടങ്ങിപ്പോയി. നീ തിണ്ണയിലേക്കിരുന്നോ, വെറുതെ മുറ്റത്ത് നിൽക്കണ്ട. മത്തായി വിശാല മനസ്കനായി. കുപ്പായം ഒന്നുകൂടി വീശിക്കൊണ്ട് അയാൾ തുടർന്നു. പിന്നെ പാട്ടോ പെരട്ടോ എന്താന്ന് വെച്ചാൽ കേട്ടോ. തുണിസഞ്ചി തുറന്ന് ചാക്കുണ്ണി റേഡിയോയെ തൊട്ടു നോക്കി. അയാളുടെ കണ്ണുകൾ വിടർന്നിരുന്നു. പിറകിലത്തെ ഭാഗത്തെ കുട്ടിയുടെ ചിത്രത്തിലേക്ക് അയാൾ ഉറ്റുനോക്കി. പിന്നെ അടപ്പൂരി 2 ബാറ്ററികളും അതിലിട്ടു. റേഡിയോ ഓൺ ചെയ്തപ്പോൾ കുട്ടികളുടെ പാട്ട് കേട്ടു. ആരോ താളമടിക്കുന്നു, തപ്പ് കൊട്ടുന്നു. തിണ്ണയിലിരുന്ന ചാക്കുണ്ണി അത് ശ്രദ്ധിച്ചു. പതുക്കെ തലയാട്ടി. ഇതെന്താ ചാക്കുണ്ണിയെ, കുട്ടികളുടെ പാട്ടോ? ബാലമണ്ഡലം, ചാക്കുണ്ണി മെല്ലിച്ച ഒച്ചയിൽ പറഞ്ഞു. ഞായറാഴ്ച രാവിലെ അതാ സ്പെഷ്യല്. ചെമ്പുമത്തായി അത് കേൾക്കാൻ ശ്രമിച്ചു. അയാൾക്കതത്ര ഇഷ്ടമായില്ല. ചാക്കുണ്ണി അതിൽ മുഴുകിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാൾ ഒന്നും പറഞ്ഞില്ലെന്ന് മാത്രം. മനുഷ്യർ പാട്ട് കേട്ട് സമയം കളയുന്നത് എന്തിനാണെന്ന് ചെമ്പുമത്തായിക്ക് ഒരു കാലത്തും മനസ്സിലായിരുന്നില്ല. നീ പള്ളി പോയോ എന്ന് ഇടയ്ക്ക് മത്തായി ചോദിച്ചു. ചാക്കുണ്ണി ഇല്ലെന്ന് തലയാട്ടി. വീണ്ടും റേഡിയോ ശ്രദ്ധിച്ചു. ഞായറാഴ്ച പള്ളിയിൽ പോകണം, മത്തായി ഗുണദോഷിച്ചു. ഈ റേഡിയോ കേൾക്കണ നേരം കുർബാന കേൾക്കാം. അച്ഛന്മാർക്ക് നമ്മൾ ചെല്ലണില്ല എന്നുള്ള പരാതി ഉണ്ടാവരുത്. ചാക്കുണ്ണി അപ്പറഞ്ഞത് കേട്ടില്ല. ബാലമണ്ഡലം തീർന്നപ്പോൾ അയാൾ തിണ്ണയിൽ നിന്ന് എഴുന്നേറ്റു. റേഡിയോയുടെ പിറകിൽ നിന്ന് അടപ്പൂരി ബാറ്ററികൾ തിരിച്ചെടുത്തു. അതവിടെ ഇരുന്നോട്ടെ ചാക്കുണ്ണിയെ, തിരിച്ചു കൊണ്ടുപോകുമ്പോൾ നിനക്കെടുക്കാലോ. അത് വേണ്ട മൂപ്പരെ, വെറുതെ ഇരുന്നാൽ ബാറ്ററി ചീത്തയാവും. ഒരു കൂട്ടം വെള്ളം ഒലിക്കും മതിയെന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ ഇത് നീ അടുത്തൊന്നും കൊണ്ടുപോകാനുള്ള പരിപാടിയില്ലാന്ന് സാരം. ആട്ടെ, നാളെ ഞാൻ ആ വഴി വരുന്നുണ്ട്. ഈ അളവിലൊരു കുപ്പായം കൂടി അടിക്കണം. തുണി ഞാൻ എടുത്തു തരാം. തയ്പ്പ് കൂലി പലിശയിലേക്ക് ഇരുന്നോട്ടെ. നാളെ ഞാൻ കടയിൽ വരില്ല മൂപ്പരെ, കുറച്ച് ദിവസത്തേക്ക് ഞാനില്ല. പടികൾ ഇറങ്ങുമ്പോൾ ചാക്കുണ്ണി പറഞ്ഞു. അതെന്തേ?
മുറ്റത്തെത്തിയപ്പോൾ ചാക്കുണ്ണി തിരിഞ്ഞു നിന്നു. എൻ്റെ കിടാവ് മരിച്ചു മൂപ്പരെ. ഇന്നലെ പറ്റാവുന്ന ചികിത്സയൊക്കെ നോക്കി. തമ്പുരാൻ തന്നില്ല. ഇന്നലെ രാത്രിയിൽ കിടന്നിട്ട് ഉറക്കം വന്നില്ല. അവന് വലിയ ഇഷ്ടമായിരുന്നു ഈ ബാലമണ്ഡലം. അത് കേൾക്കാനാണ് ഞാൻ വന്നത്. കേട്ടപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. അതിലും കുട്ടികൾ പാടുകയും ചിരിക്കുകയൊക്കെ ചെയ്യണ്ടല്ലോ. വീട്ടിൽ ആർക്കും അതിന് പറ്റണില്ല. മനസ്സിൻ്റെ കനത്തിരി കുറഞ്ഞത് ഇപ്പോഴാണ്. അയാൾ കണ്ണുകൾ തുടച്ചുകൊണ്ട് തുടർന്നു. എൻ്റെ കണക്കൊക്കെ തെറ്റിയിലോ മത്തായി മൂപ്പരെ. ഒക്കെ നിങ്ങൾ എഴുതി വയ്ക്കണം. പിന്നെ മിക്കവാറും ദ്രവിച്ച റബ്ബർ ചെരുപ്പിട്ട് ആണി ബാധിച്ച കാലുകൾ മണ്ണിലൂടെ ഇഴച്ചുകൊണ്ട് അയാൾ തിരിഞ്ഞു നോക്കാതെ നടന്നു.